ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റാൽ ലാഭശതമാനം എത്ര? ഇവിടെയും നമ്മൾ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ലാഭശതമാനം ഈസ് ഈക്വൽ ടു ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇത് തന്നെയാണ് നമ്മുടെ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുല. എന്നാൽ നമുക്കിവിടെ ലാഭം തന്നിട്ടില്ല, വാങ്ങിയ വില തന്നിട്ടില്ല, വിറ്റ വില തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ചുകൾ 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു എന്ന് പറയുന്നുണ്ട്. ഇത് വെച്ച് നമുക്ക് വാങ്ങിയ വിലയും വിറ്റ വിലയും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ? നമ്മൾ ആദ്യം എണ്ണവും രൂപയും രണ്ട് കോളത്തിലാക്കുക. അതായത് ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയേ, 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി. 11 എണ്ണം 10 രൂപ നിരക്കിൽ വാങ്ങി. ഇത് എണ്ണമാണ്, ഇത് രൂപയാണ്, വാങ്ങിച്ച രൂപ. രണ്ടാമത് 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. ഓക്കെ അല്ലേ? ഇനി ചെയ്യാൻ പോകുന്ന പാർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇതും ഗുണിക്കുമ്പോൾ എത്രയാണ്? 10 ഗുണം 10 100 ആണ്. അടുത്ത് 11 ഗുണം 11 എത്രയാണ്? 11 ഗുണം 11 121. ഇനി പറയാൻ പോകുന്ന പോയിന്റ് ശ്രദ്ധിച്ചിരിക്കുക. അതായത് എണ്ണത്തിൻ്റെ താഴെ എന്താണോ വരുന്നത്, എപ്പോഴും എണ്ണത്തിൻ്റെ താഴെ വരുന്ന സംഖ്യയായിരിക്കും എന്തെന്ന് പറയുന്നത്? വാങ്ങിയ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രൂപയുടെ താഴെ വരുന്നത് എന്താണോ, ഏത് സംഖ്യയാണോ, അതാണ് വിറ്റ വില. നമുക്ക് വാങ്ങിയ വിലയും കിട്ടി, വിറ്റ വിലയും കിട്ടി. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ച് നമുക്ക് എന്ത് കിട്ടും? ലാഭം കിട്ടത്തില്ലേ? അപ്പോൾ 121 മൈനസ് 100 ഈക്വൽ ടു 21 ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത്. എങ്കിൽ ലാഭശതമാനം കണ്ടുപിടിച്ചൂടെ? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം 21 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില നമ്മൾ 100 എന്ന് കണ്ടുപിടിച്ചു. 100 ഇൻറ്റു 100. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എത്രയുണ്ട്? 21% ഇവിടുത്തെ ലാഭശതമാനം. ഓപ്ഷൻ എ.